വയനാട്ടിലും കോഴിക്കോട്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ. രാവിലെ 10 മണിയോടെയാണ് സംഭവം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഭവം സ്ഥിരീകരിച്ചു. എന്നാൽ ഭൂചലനം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്ന് ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് വയനാട്ടിലെ വിവിധയിടങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞത്. ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതേ തുടർന്ന് ഭൂമുഴക്കമുണ്ടായ പ്രദേശങ്ങളിലെ ജനവാസ മേഖലയിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു. അമ്പലവയൽ വില്ലേജിലെ RIRS, മാങ്കൊമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക, പടിപ്പറമ്പ്, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന്, വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി, മയിലാടപ്പിടി, ചോലപ്പുറം, തെക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടത്. ഭൂമുഴക്കമുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധിയും നൽകി. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലും ഭൂമികുലുക്കത്തിന് സമാനമായ മുഴക്കവും പ്രകമ്പനവും അനുഭവപ്പെട്ടു. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർ 1 മിനിറ്റിനിടെ 2 തവണ സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടതായും പ്രകമ്പനം അനുഭവപ്പെട്ടതായും അറിയിച്ചു. ഇതിനെ തുടർന്ന് മേഖലയിൽ തിരച്ചിൽ നിർത്തിവെച്ചു. സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ പേരോടും പ്രദേശത്തു നിന്നും മാറാനും ആവശ്യപ്പെട്ടു. അതേസമയം വയനാടിന് പുറമെ കോഴിക്കോടും പ്രകമ്പനം ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. കൂടരഞ്ഞി, മുക്കം, മെഡിക്കൽ കോളേജ് തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രകമ്പനം ഉണ്ടായതായാണ് നാട്ടുകാർ അറിയിച്ചത്. എന്നാൽ വയനാട്ടിലും കോഴിക്കോടും ഭൂചലനം ഉണ്ടായതായി കണ്ടെത്തിയിട്ടില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഭൂകമ്പമാപിനിയിൽ ചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. KSEBയുടെയും ഭൂകമ്പമാപിനിയിലും ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.